വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് ഈ ഉണ്ണിയപ്പം കഴിക്കാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളവും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മുന്നേ ഞാൻ ഒരു അമൃതപ്പൊടി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ചെയ്തിരുന്നു കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പൊ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഞാനിവിടെ പച്ചരി 6 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇത് വെള്ളമൊക്കെ വാരാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 5 മൈസൂർ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എടുക്കണ്ട കേട്ടോ. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ട് എണ്ണ കുടിക്കും. അതുപോലെ ശർക്കരയും കൂടുതൽ എടുക്കാതെ ശ്രദ്ധിക്കാം. അപ്പൊ ഇനി നമ്മൾക്കിത് അരച്ചെടുക്കാം. അപ്പൊ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ഏലക്കായയുടെ തൊലിയൊക്കെ കളഞ്ഞ് കുരു മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആണല്ലോ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കുറച്ച് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും വേണ്ട. ഇതേപോലെ തന്നെ ഞാൻ 2 പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത മാവിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പഴം ഉണ്ടല്ലോ, 5 പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് മൈദപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വീണ്ടും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിത് സ്പൂൺ വെച്ചിട്ടല്ല ഇളക്കുന്നത്, കൈ വെച്ചിട്ടാണ് ഇളക്കുന്നത് കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. പണ്ടുള്ള അമ്മമാരൊക്കെ ഇതുപോലെയാണ് നെയ്യപ്പത്തിനും ഉണ്ണിയപ്പത്തിനും ഒക്കെ മാവ് ഇളക്കി വെക്കാറ് കേട്ടോ. അതുപോലെ ഞാനിതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് വെക്കുകയാണേ. അപ്പൊ ഞാനിതിവിടെ രാത്രിയാണ് ചെയ്ത് വെക്കുന്നത്. പിറ്റേ ദിവസമാണ് ചുട്ടെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പൊ പിറ്റേ ദിവസം നമ്മളെ മാവ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കരുത്. നമ്മുടെ മാവ് ഒരുപാട് ലൂസായി പോവുള്ളൂ. അപ്പൊ മാവ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും ലൂസ് മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിലായിരിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്താലും മതി. ഞാനിവിടെ ഒരു 1/2 മുറി നാളികേരം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിന്റെ ആ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ ഏകദേശം നാളികേരത്തിന്റെ കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാണാനൊരു ഭംഗിയും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചൂടോട് കൂടി തന്നെ നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഉണ്ണിയപ്പ ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിൽ ഓയിലൊക്കെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഓയിലിന് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ ആ കുഴി നിറയെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പൊ അത് പൊങ്ങി വരാനായിട്ടുള്ള സ്പേസ് അതിനുണ്ടായിരിക്കില്ല. അപ്പോഴാണ് നമ്മൾ നിറച്ചൊഴിച്ചു കൊടുക്കുമ്പോഴാണ് അത് മുകളിങ്ങനെ പൊട്ടി പുറത്തേക്ക് വരിക. ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൊട്ടി പുറത്തേക്ക് വരില്ല കേട്ടോ. അപ്പൊ എപ്പോഴും ഉണ്ണിയപ്പത്തിന് മാവൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നാൽ നമുക്ക് ആ ഉണ്ണിയപ്പം നന്നായി കിട്ടുവേ. അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ മറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മറിയാത്തതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അതിന്റെ 2 വശം ഇതേപോലെ തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നമ്മൾ ആ പഴമൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്.
അപ്പോൾ ഏകദേശം നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പപ്പടക്കമ്പി വെച്ചിട്ട് നമുക്കിതെല്ലാം അതൊന്ന് കുത്തിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ കുത്തിയെടുക്കാറാണ്. അപ്പം നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഇതേപോലെ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എണ്ണയൊക്കെ വാർന്നു പോയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം അതേ സമയം തന്നെ നമ്മൾ വീണ്ടും ഗ്ലാസ്സിൽ മാവെടുത്തിട്ട് ഇതേപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ ഒരു ഓട്ടപാത്രത്തിലേക്ക് നമ്മുടെ ഉണ്ണിയപ്പം മാറ്റി കൊടുക്കുകയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. അടിപൊളി കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പം അടുത്തതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും കേട്ടോ. അതിൽ ഓളെന്ന് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. എന്നാലേ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളേ. അപ്പോൾ അടുത്തതും നമ്മൾ കുത്തിയെടുത്തിട്ടുണ്ട്, വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുഴുവൻ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ണിയപ്പം. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അതിനുള്ളിലൊക്കെ നന്നായിട്ട് ആരെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.